ഒരു സംഘാടകരും റെഡിയാണ്. ഇപ്പോൾ ശ്രീ വി ജോയ് MLA ഉണ്ട്. അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്, സംഘാടക സമിതിയുടെ ഭാഗമാണ്. എന്തായി കാര്യങ്ങളൊക്കെ? തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഉത്സവമായി മാറി. എല്ലാ ഭാഗത്ത് നോക്കിയാലും ഈ കലോത്സവത്തിൻ്റെതായിട്ടുള്ള കേളികൊട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നന്നായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നാളെ മുതൽ 14 ജില്ലകളിൽ ബാക്കി 13 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉച്ച മുതൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞു. അത് സ്വന്തമായിട്ട് അവർ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടെത്തി അവരുടെ ഉള്ളവരുണ്ട്, അല്ലാതെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ റിപ്പോർട്ടിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നന്നായിട്ട് നടത്താൻ വേണ്ടി പറ്റും. തിരുവനന്തപുരത്തുകാരുടെ ഒരു ആതിഥേയ മര്യാദ അനുസരിച്ച് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലായിടത്തും ഹൈലൈറ്റ് സംഘാടനമാണല്ലോ. ഇവിടെ എങ്ങനെയായിരിക്കും വേറിട്ട് നിൽക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും മികച്ചതാവാൻ പോകുന്നത്? അതെ, നമുക്ക് അതിനകത്ത് ഈ വരുന്നത് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണല്ലോ. അപ്പോൾ ആ നിലയിൽ കുട്ടികളാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു കുറവും വരാൻ വേണ്ടിയിട്ട് പാടില്ല. ആ നിലയിൽ തന്നെയാണ് ആ സംഘാടക സമിതി ഉഷാറാണ്. ജോയൻ കലയിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രാവീണ്യമുള്ള ആളായിരുന്നോ? കലയിൽ എനിക്ക് പ്രസംഗം പ്രധാനമായിട്ട് ഉണ്ടായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല. കോളേജിലും സ്കൂളിലും എല്ലാം പ്രസംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നേ ഘോരം പ്രസംഗിക്കാൻ തുടങ്ങിയതാണല്ലേ? എപ്പോ തുടങ്ങി? ഏത് ക്ലാസ് തുടങ്ങി? അത് ഞാൻ 7ാം ക്ലാസ്സിൽ ആണ് എനിക്ക് ആദ്യമായിട്ടൊരു പ്രൈസ് കിട്ടുന്നത് പ്രസംഗത്തിന്. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നു. അപ്പോൾ നമുക്ക് സംഘാടകരെല്ലാവരും ഉഷാറാണ്. സംഘാടകരായ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഇവിടെ ഇരുന്നതാണ്. ചെറുപ്പത്തിലെ അതെ. അങ്ങനെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം കാത്തിരിക്കുകയാണ് എന്ന് പറയാം. ഇനി കലാകൗമാരം ഇങ്ങോട്ട് എത്തിയാൽ മതി. അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭക്ഷണമുണ്ട്. പഴയിടത്തിന്റെ പാചകപ്പുരയിൽ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ഉണ്ടാവും. ഓരോ പായസത്തിലൊക്കെയാണ് സ്പെഷ്യൽ പഴയുടെ ഒരുക്കാറ്. എനിക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി വെജിന് പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ്. അപ്പം വെജ് തന്നെ ആയതുകൊണ്ട് വെജിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടാവുന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചൊക്കെ സംഘാടകര് ഇതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. നാളെ മുതലാണ് ശരിക്കും അതിഥികൾ വരാൻ പോകുന്നത്. മത്സരാർത്ഥികളോ അവരുടെ രക്ഷിതാക്കളോ ഒന്നും എത്തിയിട്ടില്ല. ഇപ്പൊ സംഘാടകര് ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകൾ. ഇത് ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. സെൽഫി പോയിന്റിൽ വന്ന ആളുകൾ, തിരുവനന്തപുരത്തുകാരായ ആളുകൾ സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സെൽഫി പോയിന്റ് ആണ്. ഇവിടെയുള്ള ആളുകളാണോ ഇവരെവിടെയുള്ള നമുക്ക് ചോദിച്ചു. സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് ചോദിക്കാം അല്ലേ? ശല്യപ്പെടുത്തണ്ട. എടുത്തു കഴിഞ്ഞോ? എവിടെ കണ്ണൂരാണ്. കണ്ണൂര് എല്ലാരും കാണാൻ വേണ്ടി വന്നാണോ? എന്താ ഇതിന്റെ സംഘാടകരാണ്? ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ആളുകളാണ്. അധ്യാപകരാണോ? സ്കൂളിലാ? പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. എല്ലാവരും അവിടെ നിന്നുള്ള അധ്യാപകരാണ്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെന്റർ അനാഥളിന്റെ അധ്യാപക സംഘടന സുരേഷ്കുമാറിന്റെ അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. കണ്ണൂരിലെ പാനൂരിലാണ്. ഞങ്ങളുടെ കമ്മിറ്റിയാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി. എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയാണ് നയിക്കുന്നത്. എല്ലാ വർഷവും നിങ്ങൾ ഇതിന്റെ സംഘടന വരാറുണ്ട്? കഴിഞ്ഞ വർഷം പബ്ലിസിറ്റി ആയിരുന്നു. അതിന് മുന്നേറ്റ വർഷം കോഴിക്കോട് നടക്കുമ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. ഇത്തവണ ട്രാൻസ്പോർട്ടാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കണ്ണൂർക്കാരുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? തിരുവനന്തപുരം സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള നല്ലൊരു വിജയകരമായ ഒരു കലോത്സവം നടത്താൻ പറ്റുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആരവം മലബാർ തന്നെ. അല്ല, ഇപ്പൊ മലബാറുകാരും ഉണ്ടല്ലോ. ആരവത്തിനിപ്പോ എന്താ പറയണ്ട, അത് കൂട്ടി മാക്സിമത്തിലേക്ക് എത്തും. എന്തായാലും തന്നെ കൊണ്ടുപോകാൻ വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് അതിനുള്ള ട്രാൻസ്പോർട്ടോ അതും കൂടി നമ്മൾ ചെയ്യണം. അതായത് കഴിഞ്ഞ കൊല്ലത്തൊന്നും കപ്പ് കണ്ണൂരേക്ക് തന്നെ കൊണ്ടുപോകണം. കപ്പ് കണ്ണൂർ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളത് അവസാന ഘട്ടം വരെ പൊരുതും. കപ്പ് കണ്ണൂർ സംഘാടനമൊക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ ജില്ലയും നമ്മുടെ പ്രാതിനിധ്യം വേറെ തന്നെയല്ലേ. മത്സരം നടക്കട്ടെ. കുട്ടികളുടെ മേളയായിട്ട്, കുട്ടികളുടെ മത്സരമായിട്ട്, ഉത്സവമായിട്ട് ആഘോഷിക്കാം. അതാണ്, മത്സരം നടക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ മത്സരം എന്നുള്ളതിനേക്കാൾ ഉത്സവമാണ്. ഉത്സവം നടക്കട്ടെ. കണ്ണൂരിൽ നിന്ന് വന്ന അധ്യാപകരാണ് എല്ലാവരും. ഇപ്പൊ സംഘാടനത്തിന്റെ ഭാഗമായി നമ്മൾ ബാക്കി 13 ജില്ലക്കാരെ നമ്മളോട് പിണങ്ങൊന്നും ചെയ്ത് നമ്മൾ അപ്രതീക്ഷിതമായല്ലേ യാദൃശ്യമായിട്ട് ഇവിടെ കണ്ടതാണ് കണ്ണൂർക്കാരെ. അവരവരുടെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. സെൽഫി പോയിന്റ്. സെൽഫി ഇവിടെ നിന്നാണ് സെൽഫി എടുത്ത് മടങ്ങുന്നത്. എല്ലാവരും ഇവിടേക്ക് വരുന്നുണ്ട് ആളുകളൊക്കെ. അങ്ങനെ ഇത് അവിടെ ഇവിടെയൊക്കെ കസേരയുടെ ആളുകൾ പണിയത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഓരോ ഇടത്തും അഭിലാഷ് ഒരു സെൽഫി എടുക്കാൻ തോന്നുന്നുണ്ടോ? സെൽഫി എടുക്കാം, നമുക്ക് സെൽഫി അല്ലേ? എടുക്കാം. Yes. നമുക്കൊരു സെൽഫി ഒക്കെ എടുത്ത് മടങ്ങാം. ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് സെൽഫി എടുക്കാം. അങ്ങനെ അപ്പോ കലോത്സവത്തിന്റെ സെൽഫി പോയിന്റിൽ നിന്ന് നമ്മളും ഒരു സെൽഫി എടുത്തിരിക്കുകയാണ്. ഇവിടേക്ക് ഇനി നാളെ മുതൽ ഒരുപാട് ആളുകൾ വരും. നാളെ നിങ്ങൾക്ക് നിങ്ങളെ മറ്റു സുഹൃത്തുക്കളോടൊക്കെ പറയണമെങ്കിൽ അവിടെ വരാം, ഒരു സെൽഫി എടുക്കാൻ പോവാ. നമ്മളിവിടെ സെൽഫി എടുത്ത് തുടങ്ങുകയാണ്.